എന്തിനു വേണ്ടി എന്നൊരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 2-3 പോയിന്റ് നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഓച്ചിറ ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഓച്ചിറ ക്ഷേത്രത്തിൽ 250 അച്ഛനമ്മമാരെ മക്കൾ കൊണ്ട് ഉപേക്ഷിക്കുന്നു. മക്കൾ അച്ഛനമ്മമാരെ കൊണ്ട് ഉപേക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അച്ഛനമ്മയും വാർദ്ധക്യത്തിലെത്തിയാൽ ചേ എന്ന് പോലും അവരോട് പറയരുത്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ തിരുവനന്തപുരത്തും ആലപ്പി ജില്ലയിലൊക്കെയാണ്. വൃദ്ധസദനം ഏറ്റവും കുറവ് മലപ്പുറത്താണ്. എന്തുകൊണ്ട്? ആത്മഹത്യ ഏറ്റവും കുറവ് മുസ്ലിങ്ങൾക്കിടയിലാണ്. എന്തുകൊണ്ട്? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ച നാഥൻ അവതരിപ്പിച്ച ഒരു ആശയത്തെ അവർ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ആ ആശയത്തിന്റെ പ്രത്യേകത മനുഷ്യർ ഒന്നാണ് എന്നതാണ്. അച്ഛനമ്മമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ ആദരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരണം. നമ്മളെ നൊന്ത് പ്രസവിച്ച കഷ്ടപ്പെട്ട നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അവരെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും അവരെ കൊല്ലുകയും അവരെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കട്ടപ്പനയിലെ, മലയാളക്കരയിലെ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന ഈ മണ്ണിൽ പോലും ഇതൊക്കെ ഉണ്ടായി. അതുകൊണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകത്ത് പറഞ്ഞല്ലോ. എന്താ യഥാർത്ഥ ധർമ്മം, എന്താ യഥാർത്ഥ അധർമ്മം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു 2 കഷ്ണം ഇറച്ചിന്ന മുഖ്യമന്ത്രിയുടെ തലവരെ അരിയും എന്നിവിടെ തീവ്രവാദ പ്രസംഗങ്ങൾ ഉണ്ടായി. ഒരു നിലക്കും ഒരു തീവ്രവാദത്തെയും മതം അംഗീകരിക്കുന്നില്ല, പ്രപഞ്ചനാഥൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, കുട്ടികളെ കൊല്ലുന്നു ISIS. ഇസ്ലാം പഠിപ്പിച്ചതല്ലാതെ അവർ അമേരിക്കയുടെ സ്പോൺസേഡ് പാർട്ടികളാണ്. അതുകൊണ്ടാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ISIS-ന്റെ നിർമ്മിതിയുടെ പിന്നിൽ ഞങ്ങളാകുന്നു എന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞത്. കാരണം ഇറാഖിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇറാഖിൽ രാസായുധം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അതിക്രമം കാരണത്താൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജയിലിൽ അടക്കപ്പെട്ടു. അവർ തീവ്രവാദികളായി മാറി. അവർ പാശ്ചാത്യ ശക്തികൾക്കെതിരെ തിരിഞ്ഞു. അവസാനം അവർ മുസ്ലിങ്ങൾക്കെതിരെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടൊരു വിഭാഗം ഹൈന്ദവ ക്ഷേത്രം തകർക്കൂ. പരിശുദ്ധ മക്കയും മദീനയും തകർക്കാനാണ് ISIS വരുന്നത്. ഒരു മുസ്ലിങ്ങളാവോ? അവർ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് മുസ്ലിങ്ങളെയാണ്. പിന്നെ ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന ആരറിയോ? പത്രങ്ങളും മീഡിയകളുമാണ്. ഗുജറാത്തിൽ കലാപമുണ്ടായി. ഗുജറാത്ത് സമാചാർ, സന്ദേശ് എന്ന് പറയുന്ന 2 പത്രങ്ങൾ. ആ പത്രങ്ങൾ കൊടുത്ത വാർത്തകളാണ് ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ച് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തത്വം. അന്ന് അമ്പലത്തിന് മുമ്പിൽ പശുർച്ചി കൊണ്ടേയിടും, പള്ളിയുടെ മുമ്പിൽ പന്നിറച്ചി കൊണ്ടേയിടും. എന്നിട്ട് മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലിക്കും. അതായിരുന്നു രാഷ്ട്രീയം. ഇന്നും അതാ തുടരുന്നത്. നമ്മൾ ഒരിക്കലും അത് സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ ഒന്നാണ്. ആശയതലത്തിലല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഒന്നാണ്. ദേശീയ തലത്തിൽ നമ്മൾ നേടിയ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളാണ്. അതുകൊണ്ട് തമ്മിൽ തല്ലാൻ ഒരാൾക്കും അവസരം കൊടുക്കരുത്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആയുധപ്പുരകളിൽ ആയുധം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ആയുധം കെട്ടിക്കിടക്കുന്നത് വിൽക്കണമെങ്കിൽ യുദ്ധമുണ്ടാകണം. സാമ്രാജ്യ ശക്തികൾക്ക് ആവശ്യ. ലളിതമായ ഒരു ഉദാഹരണം എന്റെ പ്രിയപ്പെട്ട അമ്മമാരോട്, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിമരുന്ന് പടക്കം പൊട്ടി 113 ആളുകൾ കൊല്ലപ്പെട്ടു. ശരിക്കും അതൊരു കൊലപാതകമായിരുന്നു. ശരിക്കും ബോധവുമുണ്ടായ ഒരു സംഗതിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്താ സംഭവിച്ചത്? ജില്ലാ കളക്ടർ പെർമിഷൻ കൊടുത്തിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥർ പെർമിഷൻ കൊടുത്തിട്ടില്ല. അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആർക്കും അത് ഇഷ്ടമല്ല, അമ്പല കമ്മിറ്റിയിൽപ്പെട്ടവർക്കും ഇഷ്ടമല്ല. പിന്നെ ആരാ അത് പൊട്ടിച്ചത്? പണക്കാർ. അവർ വാങ്ങിയ പടക്കം പൊട്ടണം, അപ്പോഴേ പണം ഉണ്ടാവും. 200 കൊല്ലം മുമ്പ് പിന്നെ കണ്ടെത്തിയ വെടിമരുന്ന് എങ്ങനെ ഹൈന്ദവതയുടെ ഭാഗമായി 5000 വർഷം പഴക്കണ്ടെന്ന് പറയുന്ന സനാതന ധർമ്മത്തിന്റെ ഭാഗമായി? പടക്കം ബിസിനസ്സാണ്, വ്യവസായമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പടക്കം പൊട്ടി ഈശ്വരൻ എന്ത് കിട്ടാനാ? ഒരച്ഛൻ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, ഞാൻ അമ്പലത്തിൽ പോയി പറഞ്ഞ കാര്യമാണ്. ഒരച്ഛൻ മകന്റെ കയ്യിൽ എന്ത് കൊടുത്തു? ഒരച്ഛൻ മകന്റെ കയ്യിൽ 1000 രൂപയുടെ നോട്ട് കൊടുത്തു. എന്നിട്ട് പടക്കം വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു. മകൻ എന്ത് ചെയ്തു എന്നറിയോ? അച്ഛന്റെ മുമ്പിൽ വെച്ച് 1000 രൂപയുടെ കീറി കളഞ്ഞു. അച്ഛൻ അവന്റെ കരണക്കുറ്റിക്ക് ഒറ്റടിയാണ് കൊടുത്തു. അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛാ, അടിച്ചതിനൊന്നും എനിക്ക് വിരോധമില്ല. അച്ഛാ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ 1000 രൂപ കീറിയപ്പോ നിങ്ങൾക്ക് കോപം ഉണ്ടായല്ലോ, നിങ്ങൾ എന്നെ തല്ലില്ലോ. അച്ഛാ, 2 മിനിറ്റ് കഴിഞ്ഞ് അവിടെ നടക്കാൻ പോണ എന്താ? പടക്കപ്പിടിയെ പോയി ഞാൻ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ മുറ്റത്ത് നിങ്ങൾ പൊട്ടിക്കുന്നു, ഞാൻ കീറുന്നു. അച്ഛൻ നിങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോഴാ അച്ഛന് കണ്ണൂർന്ന്. ഞാൻ പറയുന്നത് ദൈവം പൊട്ടണല്ല, പടക്ക ആവശ്യമില്ല, ഒരു മതത്തിലെ ആവശ്യമില്ല. അത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടറിയോ? മതം പഠിച്ചു പറയാ. ഒരു വേദം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല, ഒരു ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ഇതിലൊന്നല്ല. പട്ടിണി എടുക്കുന്ന എത്ര പാവങ്ങളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ പോയിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി 1000 ചില്ലാനം സ്വർണ്ണ അപ്പം മോഷ്ടിച്ചത് ഞാൻ വീണ്ടും പ്രസംഗിച്ചു. മെനയാൻ അവിടെ ചെന്നിട്ട് അന്നേരം പാവപ്പെട്ട ഹൈന്ദവരെ
ആ ആഭരണം ഇതൊക്കെ സാധുക്കൾക്ക് കൊടുത്തോളി, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു തുള്ളി ആഭരണം അവിടെ ഉണ്ടാവില്ല. അവിടുത്തെ കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരും മോഷ്ടിക്കും. അതിന്റെ ഇടക്ക് പാവപ്പെട്ടവർക്ക് തിന്നാൻ കൊടുക്കുക. മനുഷ്യപ്പറ്റില്ലാത്തൊരു ഈശ്വരൻ ലോകത്തില്ല. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നാണ്. മതം ശരിക്കും പഠിക്കാൻ നമ്മുടെ സന്നദ്ധരായ ഒരു വർഗീയതയും തീവ്രവാദം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയോ? 8 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചില്ലേ മുസ്ലിങ്ങൾ? പിന്നല്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചേ? 8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമായോ? 8 നൂറ്റാണ്ട് 800 കൊല്ലം. ഞാൻ ചോദിക്കട്ടെ, 800 കൊല്ലം നിർബന്ധ മതപരിവർത്തനം അധികാരം ഉണ്ടായിരുന്നെങ്കിൽ 86% ഹൈന്ദവർ ഇവിടെ ഉണ്ടാവുമോ? 86% മുസ്ലിങ്ങളിൽ ഉണ്ടാവുക? ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എവിടെയാണ്? ഇന്തോനേഷ്യയിൽ എങ്ങനെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടായത്? ഇന്ത്യയിലെ ഹൈന്ദവർ ഇസ്ലാം സ്വീകരിച്ച് ഇന്തോനേഷ്യ ചെന്നു, അവിടെ അവർ ഇസ്ലാം പ്രചരിപ്പിച്ചു. മലേഷ്യയില് 62% മുസ്ലിങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ചെന്നിട്ട് അവിടെ ഇസ്ലാം ഉണ്ടായത് വാളുകൊണ്ടല്ല. അതുകൊണ്ടാ മഹാത്മാഗാന്ധി പറഞ്ഞത് ഇസ്ലാം ഒരാശയം കൊണ്ടാണ് ഉണ്ടായത്, വാളുകൊണ്ടല്ല. അതിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. വാളുകൊണ്ട് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, മനുഷ്യനെ തത്വം കൊണ്ടേ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് മതം പഠിക്കാൻ തയ്യാറാണ്. ഈ ചെവിയിലൊക്കെ എയർഫോണൊക്കെ വെച്ച് സംഗീതത്തിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട് മക്കളെ. ഐക്യത്തിന്റെയും ജീവിതത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാജ്യത്തിന് സേവനം ചെയ്യുന്നതിന്റെയും നന്മയുടെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛനും അമ്മക്കും ഉപകാരപ്പെട്ട മക്കളാവുക. പല അച്ഛനമ്മമാരും ഉമ്മമാരും പറയലെന്താ, പഹയ അണക്ക് പകരം 18-ാം പട്ട തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഒരു കരിക്കെങ്കിലും കുടിക്കായിരുന്നു. സത്യല്ലേ? തൊഴുത്ത് കെട്ടിയ പശു 10 ലിറ്റർ പാല് തരും. ഇവനോ കള്ളു കുടിച്ചിട്ട് മാഹി പോയിട്ട് കള്ളു വാങ്ങി കുടിച്ചിട്ട് ഓൻ പോയിട്ട് ബെഡിൽ മൂത്രയിക്കും. ഓനെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? മനുഷ്യരെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? നിങ്ങൾ ശരിക്കും ആലോചിച്ചോ? സത്യം പറഞ്ഞ നായിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോലും മേനകാന്തിന്റെ മുമ്പിൽ മനുഷ്യന് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു ലോകത്ത് മാറ്റി പ്രതിഷ്ഠിക്കുക ചിന്തകൾ. ശരിക്കുള്ള ഈശ്വരന്റെ മതം എന്താണ്? പടച്ചോനെ അവതരിപ്പിച്ച മതം എന്താണ്? മുഹമ്മദ് നബി ആരാണ് എന്നൊക്കെ ഞാൻ ചെറുതായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നാളെ ഈശ്വര സന്നിധിയിൽ നിങ്ങൾ പറയരുത്. മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു പ്രാസംഗികൻ ഞങ്ങളുടെ സദസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യം ഉണ്ടായിട്ട് അത് പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയരുത്. നാളെ മരണാനന്തര ജീവിതത്തിൽ പടച്ചോന്റെ മുമ്പിൽ നമ്മളൊക്കെ വരും ഉറപ്പായിട്ടും. അവിടെ ശരി തെറ്റുകൾ വിചാരണ ചെയ്യപ്പെടും. ആ വിചാരണ ചെയ്യപ്പെടുന്ന ലോകത്ത് സകല തിന്മകളിൽ നിന്നും വിട്ടുനിന്നവർക്ക് രക്ഷയുണ്ടാകും. അതിൽ ഏറ്റവും വലിയ തിന്മ സൃഷ്ടിപൂജയാണ്. അതിൽ നിന്നുള്ള മനുഷ്യന്റെ മോചനം. അതാണ് വേദഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് പറയാൻ, ഈശാവാസുപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താ അറിയോ? ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രവാചകനെ പോലും ആരാധിച്ചാൽ, മുഹമ്മദ് നബിയെ പോലും ഇസ്ലാമിൽ ആരാധിച്ചാൽ ഓന് രക്ഷയില്ല എന്നാണ്. ഓന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം സൃഷ്ടിപൂജ ഈശ്വരൻ പഠിപ്പിച്ചല്ല. ഞാൻ ലളിതമായ ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ഭാര്യ ഒരിക്കലും അവളുടെ ശരീരവും മനസ്സും മറ്റൊരു പുരുഷന് പങ്കുവെക്കുന്നത് ലോകത്തൊരു ഭർത്താവും, മാന്യതയുള്ള ഒരു ഭർത്താവും അംഗീകരിക്കില്ല. ഈശ്വരന്റെ വായു, ഈശ്വരന്റെ വെള്ളം, ഈശ്വരന്റെ ഭൂമി, പടച്ചോൻ തന്ന കണ്ണ്, പടച്ചോൻ തന്ന കാത്, ഇതൊക്കെ നമുക്ക് നൽകിയത് ഒരൊറ്റ ദൈവമാണ്. ആ ദൈവത്തിന്റെ അടിമകളാണ് നമ്മൾ, അവന്റെ സൃഷ്ടികളാണ് നമ്മൾ. അവൻ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. അത് ശരിക്കും പഠിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും സമാധാന ചിത്തമായ ഒരു ജീവിതത്തിലേക്ക് പരസ്പരം ചിരിക്കാൻ മറന്ന നാം പരസ്പരം ചിരിക്കുക. താടിയൊക്കെ തീവ്രവാദത്തിന്റെ അടയാളാണ് പറയുന്നത്. ആണോ? ചട്ടമ്പി സ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നു. ഗുരു നിത്യചൈതന്യക്ക് താടി ഉണ്ടായിരുന്നു, അല്ലേ? അതുപോലെ പലർക്കും ഉണ്ടായിരുന്നു. ആ താടിയൊന്നും ഭീകരവാദത്തിന്റെ അല്ല. അല്ലെങ്കിൽ താടി കൊണ്ടാണോ ബോംബുണ്ടാക്കണത്? ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ ട്രെയിൻ യാത്രയിൽ എന്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. വടകരയിലെ ഒരാളാണ്, പേര് ശ്രീധരൻ. ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചിരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് ചിരിച്ചില്ല. രണ്ടാമതും ചിരിച്ചു, അദ്ദേഹം എന്നോട് ചിരിച്ചില്ല. മൂന്നാമതും ചിരിച്ചു, ചിരിച്ചില്ല. നാലാമതും ചിരിച്ചു, ചിരിച്ചില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല, ഇന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആരോടും മിണ്ടില്ല എന്ന മൗനവ്രതം എടുത്തിരിക്കുകയാണ്, നോമ്പ് നോറ്റിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങ് ചിരിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. ശ്രീധരൻ. ശ്രീധരേട്ട, ഇങ്ങനെ മസിൽ പിടിച്ചു നിന്നാലേ ഒരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കാ വീഴുക. എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ മടിയിലുമാണ് വീഴുക. ഈ മസിൽ പിടുത്ത് അവസാനിപ്പിക്കാൻ സമയമില്ലേ? ഒന്ന്, നമ്മൾ മനുഷ്യരാണ്. 2, നമ്മൾ ഇന്ത്യക്കാരാണ്. 3, നമ്മൾ കേരളീയരാണ്. 4, നമ്മളൊരു ജില്ലക്കാരാണ്. 5, നമ്മുടെ ഒരു ട്രെയിനിൽ ഫേസ് ടു ഫേസ് ഇരിക്കുകയാണ്. അങ്ങനൊന്നും ഉണ്ടായിരുന്നു. ശ്രീധരേട്ടൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി.
അവിടെ ചായ വിറ്റ ആളോട് 2 ചായ വാങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആർക്കും ആണ്, ഒന്ന് എനിക്ക് തന്നു. ഇന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പരസ്പരം ചിരിക്കാൻ മറക്കണ്ട. ചിരി മനുഷ്യനിലേക്കുള്ള പ്രവേശികയാണ്, കവാടമാണ്. ചിരിച്ചു പരിചയപ്പെടുക. ആരും ശത്രുക്കളല്ല. ഏതൊന്നിനെ നമ്മൾ അറിയുന്നില്ലയോ നാം അതിന്റെ ശത്രുക്കളായിരിക്കും. ഏതൊന്നിനെ നാം മനസ്സിലാക്കുന്നില്ലയോ അതിന്റെ ശത്രു നാം ആയിരിക്കും. ഇപ്പൊ ഞങ്ങളൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്. എന്റെ പേര് തന്നെ മുജാഹിദ് എന്നാണ്. ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 100 കൊല്ലായി ഞങ്ങൾ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല, പടക്കം പൊട്ടിക്കാറില്ല, ഞങ്ങൾക്ക് പിക്കറ്റിംഗ് ഇല്ല, ബന്ദില്ല, ബിംബാരാധന ഇല്ല, ഒന്നില്ല. ഞങ്ങൾക്ക് ബോംബില്ല, പനോലപ്പടക്കം ഉണ്ടാക്കാൻ പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇന്ന് വരെ ഒരു ഹിന്ദുവിനെയും കൊന്നിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയും കൊന്നിട്ടില്ല, ഒരാളെ വീടും ഉപദ്രവിച്ചിട്ടില്ല, ഒരു അധ്യാപകനെയും ഗരാവോ ചെയ്തിട്ടില്ല, ഒരു വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തിയിട്ടില്ല, ഒരു സൈക്കിൾ ചെയിനും ഇന്ന് വരെ എടുത്തിട്ടില്ല. അതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന കൂട്ടായ്മ. നിങ്ങൾക്ക് ചില പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ അത് കാണാം. ആ പുസ്തകം നിങ്ങൾ വായിച്ചാൽ ശരിക്കുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാവും. ഒന്നുകൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയണത് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അവിടെ നിങ്ങൾ എനിക്കെതിരാകാതിരിക്കാൻ ഇത് നിങ്ങളോട് പറയൽ നിർബന്ധമാണ്. തമാശ പറയേണ്ട സമയമല്ല ഇത്, ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട സമയമാണിത്. മനുഷ്യൻ നാൽക്കാലിയെ പോലെ ചത്തൊടുങ്ങി ജീവിക്കേണ്ടവനല്ല. അല്ല 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 മനുഷ്യൻ എന്ന ഉദാത്തമായ ഈ ജീവവർഗം, ഈ മഹനീയമായ ജീവവർഗം നായയെപ്പോലെ പന്നിയെപ്പോലെ ചത്തൊടുങ്ങേണ്ടവനല്ല. ലോകത്തൊരു ജീവിയും ഡ്രസ്സ് ധരിച്ചിട്ടില്ല, ലോകത്തൊരു ജീവിയും പ്രസംഗിച്ചിട്ടില്ല, ലോകത്തൊരു ജീവിയും ആരാധനാലയം ഉണ്ടാക്കിയിട്ടില്ല, ലോകത്തൊരു ജീവിയും ചിന്താവിപ്ലവം നടത്തിയിട്ടില്ല. ഈ വിപ്ലവകാരിയായ മനുഷ്യന് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഞാൻ ഈ മാഹി ചുക്ലി പ്രദേശത്തൊക്കെ കള്ളൊക്കെ വില കുറഞ്ഞു കിട്ടും. സഹോദര, പേട്ടവെള്ളം കുടിച്ച് നശിച്ചു പോകരുത്, തകർന്നു പോകരുത്. ഏതെങ്കിലും ഒരു മൃഗം, ഏതെങ്കിലും ഒരു പട്ടി പേട്ടവെള്ളം കുടിക്കണ്ടോ? കള്ള് ഒരു നായയെ കാവലിരുത്തിയാൽ അതിന്റെ ചെവി അങ്ങോട്ട് ചലിപ്പിച്ചും ഇങ്ങോട്ട് ചലിപ്പിച്ചും അത് ജാഗ്രത പുലർത്തും. മനുഷ്യനോ കള്ളു കുടിച്ച് മലനടിച്ച് കിടക്കുകയും ചെയ്യും. മനുഷ്യനെന്ന് അതുകൊണ്ടാണ് ആർണോൾഡ് ടോയംബി പറഞ്ഞത്, ലോകത്ത് മദ്യത്തിന് മുക്തമായി 20 രാജ്യം മുഹമ്മദ് നബി ഭരിച്ചു. 20 രാജ്യം മദ്യമുക്തമായ. അതുകൊണ്ട് മദ്യപിക്കില്ല എന്ന് തീരുമാനിക്കുക, അച്ഛനമ്മമാരെ കണ്ണീര് കുടിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുക, ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്നില്ലെന്ന് കഴിക്കില്ലെന്ന് ഉറപ്പിക്കുക, നല്ലതേ ചെയ്യൂന്ന് തീരുമാനിക്കുക. ശ്രീനാരായണ ഗുരു ആണ് പറഞ്ഞത് എന്നാണ് എന്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത്. അതെന്താണ്? എത്രയോ ആളുകൾ പായ്ച്ചേറിൽ ആണ്ട് കിടക്കുമ്പോ താൻ മാത്രം ബ്രഹ്മപദം കൊതിക്കും, തപോനിധിക്കുന്നൊരു ചാരിതാർത്ഥ്യം. നമ്മളിലൂടെ മോചിതമാകേണ്ട ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ ഇവിടെ ലോകത്തുണ്ട്. കണ്ണീരൊപ്പാൻ, അവരെ കൂട്ടിപ്പിടിക്കാൻ, ജാതീയതയില്ലാത്ത മനുഷ്യന്റെ ചങ്ങല തീർക്കാൻ നമുക്ക് സാധിക്കണം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീരെന്ന്. ദുരവസ്ഥയിലും ചണ്ടാലുഭിക്ഷുകയിലും അതെ അല്ല ഇവൻ എന്നൊരു പറയനല്ലേ. അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ പിന്നെ ഉച്ചനീചത്വമില്ലാന്ന് കുമാരനാശാന പാടി. അതെ, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം. നമുക്ക് മതസൗഹാർദ്ദമല്ല വേണ്ടത്, മാനവിക സൗഹാർദ്ദമാണ്. ഏതു മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവരുടെ മതത്തെ, ആ മതത്തെ നിന്ദിക്കാതെ തന്നെ, ആ മതത്തിന്റെ ആചാരത്തിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവൻ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയും. മതലേനമല്ല, മാനവിക സൗഹാർദ്ദമാണ് വേണ്ടത്. മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാണ് വേണ്ടത്. അതാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട്, എനിക്ക് എല്ലാ ദിവസവും പ്രോഗ്രാം ഉള്ളത് കൊണ്ട്, ആരോഗ്യപരമായി പ്രശ്നമുള്ളത് കൊണ്ടും ഒരു പക്ഷേ എന്റെ വാക്കുകൾ ഇനിയും നിങ്ങൾ കേട്ടേക്കാം. പിന്നീട് ഞാൻ പറയുന്നത്, നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നെറ്റിൽ കയറിയിട്ട് മുജാഹിദ് ബാലുശ്ശേരി ടെമ്പിൾ സ്പീച്ച് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് സ്വാമിമാരും പള്ളിയിലച്ചന്മാരും വലിയ രാഷ്ട്രീയക്കാരും വലിയ സിനിമാ നടന്മാരും ഒക്കെ ഇരിക്കുന്ന വേദികളിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ കിട്ടും. അപ്പം നമ്മൾ ഒന്നാകും, നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും, തമ്മിൽ തല്ലേണ്ടവരല്ലെന്ന് ബോധ്യപ്പെടും. അങ്ങനെ നന്മയുടെ ലോകത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. ഏതേത് മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോഴും മനുഷ്യർ, ഭാരതീയർ, ഇന്ത്യക്കാർ ഒന്നാണ് എന്ന നിലയിൽ ധന്യമായി ജീവിക്കാൻ നമ്മൾ പഠിക്കുക. അതിന് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മയൊക്കെ അനുഗ്രഹിച്ച് കനിഞ്ഞരുളുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കൊക്കെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സർവശക്തനായ പടച്ചവനിലേക്കുള്ള മടക്കയാത്രക്ക് ഗംഭീരമായി ഒരുങ്ങുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ ക്ഷണിച്ചവരോടും ഇതിന്റെ സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ അവസരം നൽകിയ സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بالعلم بل بالأدب تنال أعلى الرتب فعش حياة العلماء وقرأ صنوف الكتب ودم على تواضع لا تفتخر بالنسب كفاك أن تخرج من دنيا الورى بالحسب